ഞാൻ കുളിക്കാൻ പോകണമെന്ന് എന്തിനാ അമ്മ നാട്ടുകാരെ അറിയിക്കുന്നത്? എടി ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാ. എല്ലാവർക്കും മറ്റുള്ളവരുടെ ദിനചര്യ അറിയാൻ വലിയ താല്പര്യമാണ്. എല്ലാവർക്കേ ഓരോ ബ്ലോഗ് പേജൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്താലും നാട്ടുകാരെ അറിയിക്കണമെന്നുണ്ടോ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ ഫോൺ വാങ്ങുന്ന കാര്യമാണെങ്കിൽ പറ്റൂല. അതൊന്നും അല്ല. പിന്നെ നമ്മളെ മോള് വലുതായില്ലേ, അവക്ക് ഇനി ഒരു കൂട്ടൊക്കെ വേണ്ടേ? എന്താ ഇന്നൊരു ഇളക്കം? ഞാനും അത് ആലോചിക്കാതെ ഇല്ല. എന്നാ ഇന്ന് തന്നെ അതങ്ങ് പരിഹരിച്ചേക്കാം. അതിനു മുമ്പേ ഒരു കാര്യമുണ്ടേ, ചേട്ടത് നോക്കിയേ. പ്രഗ്നൻസി റിവീൽ, വാട്ട് ടു ഈറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, സെക്കൻഡ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ. എന്തോന്നിത്? നമുക്കേ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്യാം. പ്രഗ്നൻസി വ്ളോഗിനൊക്കെ നല്ല വ്യൂസ് കിട്ടും. ഹലോ ഗൈസ്, ഇന്ന് നല്ല ചൂടാണല്ലേ. എൻ്റെ വീട്ടിലൊന്ന് ചൂടുള്ള ഒരു വിഷയം നടന്നു. വേറൊന്നുമല്ല, മോളുടെ എക്സാമിൻ്റെ മാർക്ക് വന്നു. പതിവ് പോലെ മാർക്ക് കുറവാ. അതുപോലെ ഒരു വിഷയമല്ലേ കുറഞ്ഞു. നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? നീ ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതാ. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്തിനമ്മോ കള്ളം പറയണേ? നിന്റെ മാർക്ക് കുറഞ്ഞതൊക്കെ ഈ നാട്ടിൽ പാട്ടാ. നിന്റെ അമ്മ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഈ അമ്മയെ കൊണ്ട് തോറ്റ്. അയ്യോ, ഇത് അമ്മ മോളല്ലേ? അതെ. ചേച്ചി ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല ചേച്ചി, മനസ്സിലായില്ല. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണും, കമന്റ് ഇടാറുണ്ട്. അമ്മ മോളെ എനിക്ക് അടിമുടി അറിയാം. ചേച്ചി, ഹലോ ഗൈസ്, പ്ലീസ് ഹെൽപ്പ് മീ. എൻ്റെ മോളെ കാണാനില്ല. ഞാൻ റോഡിൽ വെച്ച് കണ്ട ഒരു ചേച്ചി ഇന്നെൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇപ്പോൾ ചേച്ചി മോളെ കാണാനില്ല. എല്ലാവരും എൻ്റെ അമ്മുവിനെ കണ്ടെത്താൻ ഒന്ന് സഹായിക്കണം. ഇതിൻ്റെ അടിയിൽ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. എൻ്റെ മോളെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. പ്ലീസ് ഹെൽപ്പ് മീ.